ഹലോ ഫ്രണ്ട്സ്, വള്ളുവനയുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ ഒറ്റപ്പാലത്തേക്ക് പോയി. വേറൊന്നുമില്ല, നമ്മുടെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് 2 ദിവസമായിരുന്നു. അപ്പോൾ ഇന്നാണ് പോയത് മരുന്ന് മേടിക്കാൻ. തിങ്കളാഴ്ചയാണ് പോയത്. അപ്പോഴേക്കും അനി ഒറ്റപ്പാലത്ത് വന്നായിരുന്നു കേട്ടോ. ഒറ്റപ്പാലത്ത് വന്നപ്പോഴേക്കും ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ കയറി 2 ദോശയൊക്കെ മേടിച്ചു. ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും നേരെ ഒരുപാട് വൈകിയായിരുന്നു. അപ്പോൾ അധികം നേരം അവിടെ ഇരിക്കാൻ നിന്നില്ല. എന്നിട്ട് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി. അവിടെ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് മരുന്നൊക്കെ കിട്ടി. ഞങ്ങൾ 2 ആളും കൂടി നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. നേരെ പിന്നെ ഒന്നും നോക്കിയില്ല, ബസ്സിൽ കയറി. സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയപ്പോൾ ഫുൾ തിരക്ക്. എനിക്കുള്ള സീറ്റ് മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്കുള്ള സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നു കേട്ടോ. ഇപ്പോൾ ബസ് കയറുക എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കെന്തല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ലക്കിടി എത്തി. ജലീലിക്കാൻ്റെ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ കൊട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാധനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കൊട്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിക്കുകയാണല്ലേ, നമ്മൾ വരുന്നത് നോക്കി കാത്തിരിക്കുക. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുട്ടുവിനുള്ള ആദ്യത്തെ പങ്ക് കുട്ടുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നേരെ ബിസ്ക്കറ്റ് പൊട്ടിച്ചു. അവനങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും കണ്ണനും വന്നു. കണ്ണനും ബിസ്ക്കറ്റൊക്കെ അവനെ കൊടുക്കാൻ നിന്നിട്ടോ. അപ്പോൾ കണ്ണൻ എന്നോട് പറയുന്നുണ്ട്, അവനെ കണക്കിൻ്റെ ഹോംവർക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാനും സമയം കിട്ടാറില്ല. വൈകുന്നേരം വരുമ്പോൾ ഈ സമയമാവില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അപ്പോഴേക്കും അമ്മ ചായയൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാശിക്കുട്ടനെ വയ്യ കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്ക് 2 വട്ടം ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചെറിയൊരു പനിയുണ്ട്. പിന്നെ മക്കൾക്ക് വയ്യാതെയൊക്കെ നമ്മളുള്ള സമാധാനം പോലോ. അപ്പോൾ അവനെ അമ്മ നന്നായി ഉടച്ച് കഞ്ഞി കൊടുക്കാൻ കേട്ടോ. ഒരുപാട് ഛർദ്ദിച്ചല്ലേ. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് കണ്ണനെ കൊടുത്തു കേട്ടോ. കണ്ണനും ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. പക്ഷേ കാശിക്കുട്ടനെ വയ്യാതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവൻ നേരത്തെ കിടന്നു കേട്ടോ. ഭക്ഷണം കൊടുത്തിട്ട് അവൻ കിടന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. പക്ഷെ സമാധാനമൊന്നുമില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ ചില ദിവസങ്ങൾ നമ്മളെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിലാർക്കെങ്കിലും വയ്യാതാവുക. അപ്പോൾ ഉള്ള സമാധാനം നമുക്ക് നഷ്ടമാവും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ മാന്തളാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ആ മാന്തളൊക്കെ നന്നായി വറുത്ത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ നേരത്തെ ഉറങ്ങിയത് കണ്ടോ, അവല്ല അത് ഈ വീഡിയോയിൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ണനെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ആ ഹോംവർക്കിൻ്റെ കാര്യം തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അല്ലാതെ നമുക്ക് വൈകുന്നേരത്തെ സമയം കിട്ടാറില്ല. രാവിലെ തന്നെ നേരത്തെ എണീക്കും കൊണ്ട് രാവിലെ കുറച്ച് നേരം നമുക്ക് സമയം അധികം കിട്ടും. അപ്പം നമ്മുടെയൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. വേറെ ആരുമില്ല, നമ്മുടെ കുട്ടു. അപ്പം മീൻ വറുത്ത ചട്ടിയിൽ നന്നായിട്ട് ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ആശാനെ കൊടുത്തു കേട്ടോ. ആശാനെ മീനിൻ്റെ മണം അടിച്ചത് ഭയങ്കര സന്തോഷം. മീനിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ ആശാൻ നമ്മുടെ ഉമ്മർത്തുനിന്ന് പോണേ ഇല്ലേ, അല്ലെങ്കിൽ പുറത്തു കൂടെയൊക്കെ പോയിട്ടൊന്ന് വരും. അപ്പോൾ അവരെ സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം വെള്ളുവനാടൻ ഫാമിലി. അപ്പോൾ ഓൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.